ഹായ് എവരിവൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫെഡറൽ ബാങ്കിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. പരീക്ഷയില്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലി നേടാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. കേരളത്തിലും ജോലി അവസരങ്ങളുണ്ട്. താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കാം. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ്, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഫെഡറൽ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് 2025 IT ഓഫീസർ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച വിജ്ഞാപനം ഫെഡറൽ ബാങ്ക് പുറത്തിറക്കി. സർക്കാർ സ്ഥാപനം ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ബാംഗ്ലൂര്, എറണാകുളം, മുംബൈ, അഖിലേന്ത്യ എന്നിവിടങ്ങളിലാണ് ഈ വിവിധ IT ഓഫീസർ തസ്തികകൾ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 19/2/2025 മുതൽ 26/2/2025 വരെ ഓൺലൈനായിട്ട് താല്പര്യമുള്ളവർക്കും യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. നെക്സ്റ്റ് പറയുന്നത് ഫെഡറൽ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് 2025 ഹൈലൈറ്റുകളാണ്. സ്ഥാപനത്തിൻ്റെ പേര് ഫെഡറൽ ബാങ്ക്, തസ്തികയുടെ പേര് IT ഓഫീസർ, ജോലി തരം കേന്ദ്ര സർക്കാർ ജോബാണ്, റിക്രൂട്ട്മെൻറ്റ് തരം ബാങ്കിംഗ് മേഖല, ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നത് ജോലിസ്ഥലം ബാംഗ്ലൂർ, എറണാകുളം, മുംബൈ, അഖിലേന്ത്യ. ശമ്പളം 12.54 ലക്ഷം രൂപ മുതൽ 16.64 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്ന സാലറി. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 19/2/2025, അവസാന തീയതി 26/2/2025. നെക്സ്റ്റ് പറയുന്നത് സാലറി ഡീറ്റെയിൽസ് ആണ്. പോസ്റ്റ് ചെയ്യുന്ന സ്ഥലം, മറ്റ് ഘടകങ്ങൾ എന്നിവയെ ആശ്രയിച്ച് കമ്പനിക്ക് പ്രതിവർഷം കുറഞ്ഞത് 12.54 ലക്ഷവും പരമാവധി 16.64 ലക്ഷവും ആയിരിക്കും ചെലവ്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. പുതുമുഖ വിഭാഗം അപേക്ഷകർക്ക് 27 വയസ്സ് കവിയരുത്. 1/2/1998 അതിനുശേഷമോ ജനിച്ചവർ ആയിരിക്കണം. പരിചയസമ്പന്ന വിഭാഗം അപേക്ഷകർക്ക് 30 വയസ്സ് കവിയരുത്. 1/2/1995 അതിനുശേഷമോ ജനിച്ചവർ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത. ഫ്രഷേഴ്സ് വിഭാഗം ഇന്ത്യയിലെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ നിയമപ്രകാരം സംയോജിപ്പിച്ച സർവകലാശാലയിൽ നിന്നോ പാർലമെൻറ്റ് ആക്ട് പ്രകാരം സ്ഥാപിതമായതോ 1956 UGC ആക്ടിലെ സെലക്ഷൻ 3 പ്രകാരം സർവകലാശാലയിലായി പ്രഖ്യാപിക്കപ്പെട്ടതോ ആയ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നോ MTech അല്ലെങ്കിൽ ME, MSc, CS അല്ലെങ്കിൽ IT, MSCA അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ HRD മന്ത്രാലയം അംഗീകരിച്ചതോ AICTE അംഗീകരിച്ചതോ ആയ തത്തുല്യ യോഗ്യത. അക്കാദമിക് പ്രകടനം 10ാം ക്ലാസ്, 12ാം ക്ലാസ് ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നിവയിലുടനീളം കുറഞ്ഞത് 60% മാർക്ക്. നെക്സ്റ്റ് പറയുന്നത് പരിചയസമ്പന്നരുടെ വിഭാഗം. യോഗ്യത നേടിയതിനു ശേഷം IT മേഖലയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഇന്ത്യയിലെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെ നിയമപ്രകാരം അംഗീകരിച്ച സർവകലാശാലയിൽ നിന്നോ പാർലമെൻറ്റ് നിയമപ്രകാരം സ്ഥാപിതമായതോ 1956 UGC ആക്ടിലെ സെലക്ഷൻ 3 പ്രകാരം സർവകലാശാലയിലായി പ്രഖ്യാപിക്കപ്പെട്ടതോ ആയ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നോ BTech അല്ലെങ്കിൽ BE ബിരുദം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് HRD മന്ത്രാലയം അംഗീകരിച്ചതോ AICTE അംഗീകരിച്ചതോ ആയ തത്തുല്യ യോഗ്യത. അക്കാദമിക് പ്രകടനം 10ാം ക്ലാസ്, 12ാം ക്ലാസ് ബിരുദം എന്നിവയിൽ കുറഞ്ഞത് 50% മാർക്ക്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയെന്നാണ് പറയുന്നത്. അപേക്ഷ ഷോർട്ട് ലിസ്റ്റിംഗ്, വ്യക്തിഗത അഭിമുഖം അല്ലെങ്കിൽ ബാങ്ക് തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും തിരഞ്ഞെടുപ്പ് രീതി എന്നിവയായിരിക്കും നിയമന പ്രക്രിയയ്ക്കുള്ള തിരഞ്ഞെടുപ്പ് റൗണ്ടുകൾ. ഓരോ സെലക്ഷൻ റൗണ്ടും ഒരു എലിമിനേഷൻ ഘട്ടമായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യകതകളുടെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ റൗണ്ടുകളിൽ ആവശ്യമായ എണ്ണം സ്ഥാനാർത്ഥികളെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള അവകാശം ബാങ്കിൽ നിക്ഷിപ്തമാണ്. ബാങ്ക് മറ്റു വിധത്തിൽ തീരുമാനിക്കുന്നില്ലെങ്കിൽ വിവിധ അഭിമുഖ കേന്ദ്രങ്ങളിൽ ഓഫ്ലൈൻ മോഡിൽ വ്യക്തിഗത അഭിമുഖം നടത്തും. നിലവിലുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ ബാങ്കിൻ്റെ വിവേചനാധികാരം എന്നിവയെ ആശ്രയിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ രീതി. സെലക്ഷൻ റൗണ്ടുകളിൽ ഉദ്യോഗാർത്ഥികൾ നേടിയ മാർക്കുകൾ അല്ലെങ്കിൽ റേറ്റിംഗുകൾ രഹസ്യമായിരിക്കും. അവ ഒരു സമയത്തും വെളിപ്പെടുത്തില്ല. ഓരോ സെലക്ഷൻ റൗണ്ടിലെയും യോഗ്യതാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച ബാങ്കിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. അത് ഉദ്യോഗാർത്ഥികൾക്ക് ബാധകമായിരിക്കും. കൂടാതെ അത് ഒരു സമയത്തും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ആർക്കും വെളിപ്പെടുത്തുന്നതല്ല.
നെക്സ്റ്റ് പറയുന്നത് ജോലിസ്ഥലം ഫെഡറൽ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് 2025. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ തുടക്കത്തിൽ ബാംഗ്ലൂർ, എറണാകുളം അല്ലെങ്കിൽ മുംബൈ എന്നിവിടങ്ങളിലെ ബാങ്കിൻ്റെ IT ഡൊമൈനിലെ വിവിധ തസ്തികകളിലേക്ക് നിയമിക്കും. കൂടാതെ ഭരണപരമായ ആവശ്യകതകൾക്കനുസരിച്ച് ഇന്ത്യയിലുടനീളമുള്ള ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖകളിലേക്കോ ഓഫീസുകളിലേക്കോ പുനർനിയമനം ചെയ്യപ്പെടാൻ ബാധ്യസ്ഥരാണ്. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ IT ഓഫീസർമാർക്ക് യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക. 2025 ഫെബ്രുവരി 19 മുതൽ 2025 ഫെബ്രുവരി 26 വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.